നമസ്കാരം. വാഴയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വാഴപ്പഴമാണ് നമ്മൾ അതിൽ കൂടുതലായി ഉപയോഗിക്കുന്ന വാഴ ഐറ്റം. അതിൽ ഏത്തനും പൂവനും പാളയംകോടനും റോബസ്റ്റും കദളിയും ചെങ്കദളിയും ഒക്കെയായി വ്യത്യസ്തമായ ഒട്ടേറെ പഴങ്ങളുണ്ട്. പഴംപൊരിയും ഉന്നക്കായും പഴവും ബീഫും പഴം പുളിശ്ശേരിയും ഒക്കെയായി ഒരു വശത്ത്, വാഴക്കാത്തോരനും കൂട്ടുകറിയും ചിപ്സും തുടങ്ങിയ ഐറ്റങ്ങൾ മറുവശത്ത്, വാഴക്കൂമ്പ് അഥവാ വാഴച്ചുണ്ട് കുറച്ച് ചെറുപയർ മിക്സ് ചെയ്ത് തോരൻ വെച്ച് ഒരു പിടി പിടിച്ചാൽ അതൊരു ഒന്നൊന്നര പിടുത്തം തന്നെയാകും. വാഴപ്പിണ്ടി അഥവാ വാഴക്കാമ്പ് അത് പച്ചടി വെക്കാം, തോരൻ വെക്കാം, വേണമെങ്കിൽ ഉപ്പിലുമിടാം, അച്ചാറുമാക്കാം. ഇതൊക്കെ കഴിക്കാൻ പിന്നെ വാഴയില തന്നെ ഉണ്ടല്ലോ. ഇടയ്ക്ക് പൊട്ടിച്ചെടുക്കാത്ത വാഴച്ചുണ്ടിൽ നിന്നും ഇങ്ങനെ അടർത്തിയെടുത്ത് തേനും കുടിക്കാം. ഇതിനൊക്കെ പുറമെ വിഭവങ്ങൾ വേറെയുമുണ്ട് കേട്ടോ. പെട്ടെന്ന് മനസ്സിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം. ഇത്രയൊക്കെ പറഞ്ഞത് ഇനി കുക്കിംഗ് ചാനൽ തുടങ്ങാനുള്ള പരിപാടിയാണോ എന്ന സംശയമൊന്നും വേണ്ട. ഒരു സിനിമ കണ്ടു, അതിൻ്റെ ടൈറ്റിൽ നൽകുന്നത് വഴി ഇത്രയും നല്ല വാഴയെ അപമാനിച്ചല്ലോ എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഇത്രയും പറഞ്ഞത്. പ്രിയപ്പെട്ട വാഴയെ, തളരരുത്, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ആവരുത്, ഇതും അതിജീവിക്കണം. ചിത്രം അച്ഛൻ ഒരു വാഴ വച്ചു. മക്കൾ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നുമ്പോൾ അച്ഛനോട് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും, ഇവനെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു വാഴ വച്ചൂടെ എന്ന്. കുറേ നാൾ കഴിയുമ്പോൾ ഇതേ അച്ഛൻ ചിലപ്പോൾ മകനോട് തന്നെ പറയേണ്ട അവസ്ഥ വരും, ആ നേരത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അച്ഛൻ വാഴ വെക്കുക എന്നത് നമ്മൾ കേൾക്കാത്ത പരിപാടിയൊന്നുമല്ല. സിനിമ കണ്ട ഓർമ്മ വെച്ച് അച്ഛൻ എവിടെയും വാഴ വയ്ക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഒരു ഘട്ടത്തിൽ അച്ഛൻ വാഴ വെച്ചു എന്നാണോ, അല്ല മകൻ ടൈം ട്രാവൽ ചെയ്ത് അച്ഛന് പകരം വാഴ വയ്ക്കണോ എന്നാണോ ഉദ്ദേശിച്ചത് തുടങ്ങിയ ആശങ്കയിൽപ്പെട്ടു പോയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. മകനെ നന്നാക്കാൻ ചില ചുറ്റിയ വഴികൾ നോക്കിയ അച്ഛനും അവസാനം ആ വഴി പോയി വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലെത്തുന്ന അച്ഛനും ഇതിൻ്റെ ഇടയിൽ സങ്കടക്കടലിലാകുന്ന അമ്മയും ആർജകളുടെ മത്സര ബുദ്ധിയും ഒരു സിറ്റുവേഷന് വേണ്ടി എഴുതിയ ആദ്യത്തെ 5 പാട്ടുകളും ആദ്യം വേണ്ട എന്ന് വെച്ച് പിന്നെ അതെല്ലാം പലയിടങ്ങളിൽ ഇടുകയും ആഘോഷത്തോട് ആഘോഷമായി ഒരു സിനിമ. പണ്ട് വാഴ വെച്ചുള്ള പരിചയം വെച്ച് മാത്രം പറയുകയാണെങ്കിൽ പ്രേക്ഷകരും ഒരു വാഴ നടണമെന്നാണ് സിനിമ കൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കുറച്ച് നല്ല പച്ചക്കറി നമുക്കും ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഈ സിനിമ കാണുന്ന സമയം കൊണ്ട് നിനക്കൊരു വാഴ വെച്ചൂടെ എന്ന് അച്ഛൻ ചോദിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. പ്രത്യുഷ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സച്ചു എന്ന് വിളിക്കപ്പെടുന്ന സച്ചിദാനന്ദൻ, ഇവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. മകനും അച്ഛനും തന്നെയാണ്. പ്രത്യുഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദമയന്തി. രണ്ടുപേരും RJs ആണ്. അവരുടെ ഷോസ് വലിയ ഹിറ്റുമാണ്. സച്ചിദാനന്ദൻ ഒരു ഔട്ട്ഡേറ്റഡ് ഫാദറാണ് എന്ന രീതിയിലാണ് നമുക്ക് ആദ്യം പരിചയപ്പെടുന്നത്. മകൻ കുടുംബം നോക്കുന്നില്ല എന്നതിൽ പരാതിയും പരിഭവവും ഒക്കെ ഉണ്ട്. മകനും അച്ഛനും തമ്മിൽ നല്ല ബന്ധത്തിലുമല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് പറയാം. 2 തലമുറകൾ, ജീവിതത്തോട് അവർക്കുള്ള വ്യൂ പോയിന്റ് ഒക്കെയായി പേരവിടെ കിടക്കട്ടെ, സിനിമ നല്ലതാകാമല്ലോ എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. പക്ഷേ എവിടെ തുടങ്ങി എങ്ങനെ അവസാനിക്കുന്നു എന്ന പിടുത്തം പോലുമില്ലാതെ കുത്തിക്കയറ്റിയ പാട്ടുകളും ഉപദേശങ്ങളും അഭിനയമൊക്കെയായി കാണുന്നവൻ്റെ ക്ഷമ കൂടെ പരീക്ഷിക്കുന്ന ഒരു സിനിമ. നിർമ്മാതാവ് കൂടെയായ AV അനൂപാണ് സച്ചിദാനന്ദൻ എന്ന പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. തുടക്കത്തിൽ അല്പം അവശതയൊക്കെയുള്ളൊരു അച്ഛൻ കഥാപാത്രം. ഡയലോഗ് ഡെലിവറി ഒട്ടും രസമായിട്ട് തോന്നിയില്ല. പിന്നീടൊരു ട്രാൻസിഷനുണ്ട്. അഭിനയിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്, നീ വേണമെങ്കിൽ കണ്ടാൽ മതിയല്ലോ എന്ന് തിരിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ പിന്നെ അവരുടെ സിനിമ അവരുടെ ഇഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടത് എൻ്റെ തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. നിരഞ്ജ് മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഒന്നാമത് ആ കഥാപാത്രം കൃത്യമായി എഴുതപ്പെട്ടു എന്ന് തന്നെ തോന്നിയില്ല. അതിനിടയിൽ ഓവർ റിയാക്ഷൻ കൂടെ ആകുമ്പോൾ തീർത്തും ശോകം എന്ന് തന്നെ പറയാം. ആത്മീയരാജൻ ചില സീനുകളിൽ നന്നായിട്ടുണ്ട്. ഇമോഷണൽ സീനുകളിൽ എത്തുമ്പോൾ തീർത്തും പാളിപ്പോകുന്നതും കാണാം. ശാന്തികൃഷ്ണ സ്ഥിരം അമ്മ റോളിൽ തന്നെയാണ്. അല്പം ആശ്വാസമാകാൻ ജോണി ആൻ്റണി സഹായിക്കുന്നുണ്ട് മൊത്തത്തിൽ സിനിമയിൽ. ചിത്രത്തിൻ്റെ കഥ ആലോചിച്ച സമയം മുതൽ പാട്ടുകൾ എഴുതിയത് മൊത്തം എടുത്ത് ചിത്രത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു റെലവൻസും ഇല്ല, പാടുപെടുന്നത് കാണുന്നവരാണെന്ന് മാത്രം. കഥയിൽ ഒരു ഘട്ടത്തിൽ പോലും കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. RJ ആവുന്നതൊക്കെ ഇത്രയും സിമ്പിൾ ആണോ കാര്യങ്ങൾ എന്ന് തന്നെ തോന്നിപ്പോകും. മകൻ വഴിതെറ്റുന്നത് തടയാൻ ഒരു വളഞ്ഞ വഴി ആലോചിക്കുന്ന അച്ഛൻ, അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പോയി വഴിതെറ്റാൻ പോകുന്ന അച്ഛൻ, അച്ഛനെ നേരെയാക്കാൻ മകൻ്റെ സുഹൃത്തിൻ്റെ ശ്രമങ്ങൾ, കുടുംബങ്ങൾ ഒന്നിക്കുന്ന ഹൃദയഹാരിയായ ചിത്രത്തിൻ്റെ പേര് അച്ഛൻ ഒരു വാഴ വെച്ചു. ആൾക്കാരെ അങ്ങനെയെങ്കിലും ആകർഷിക്കാനാകാം ഒരു പേരിട്ടത്. പക്ഷേ വാഴയെ പോലും അപമാനിക്കുന്നതിന് സമമായി പോയി എന്നാണ് സങ്കടകരം. സമയവും സാഹചര്യവും ധാരാളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അച്ഛനൊരു വാഴ വെച്ചു എന്ന സിനിമ കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മനോരമ മാക്സിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.